പരദൂഷണം പറഞ്ഞുകൊണ്ടോ ഏഷണി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസിയായ സ്ത്രീയെ നിങ്ങൾ മോശമാക്കിക്കൊണ്ടോ നിങ്ങൾ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചങ്ങാട്ടം കൂടിയാൽ അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ എന്തെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അവിടെ കാണാം 160-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് ഫബിളുൽ മിനല്ലദീന ഹാദൂ ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ വഹില്ലത്തു ലഹും. അല്ലാഹു പറയുകയാണ് ഈ ദുനിയാവിൽ അവർക്ക് അനുവദിച്ചു കൊടുത്ത പലതിനെയും ഞാൻ ഹറാമാക്കുന്നതാ. ഈ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. അല്ലാഹു പറയുകയാണ് ആരാണോ ദുൽമ കാണിക്കുന്നത് ദുനിയാവിൽ അവന് അനുവദിച്ചു കൊടുത്ത പല കാര്യങ്ങളെ ഞാൻ ഹറാമാക്കുന്നതാ. സഹോദരങ്ങളെ, ഹലാല് ഹറാം ഇനി ഒരിക്കലും രൂപാന്തരപ്പെടുന്നതല്ലല്ലോ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഈ പരിശുദ്ധ ദീനിനെ സമ്പൂർണമാക്കിയതാണ്. ഇനി ഒരു ഹറാമ് വരാനില്ല, ഇനി ഒരു ഹലാല് പരിപ്പിക്കപ്പെടാനില്ല. എല്ലാം സുതാര്യമാണ്, സുവ്യക്തമാണ്, സുസജ്ജമാണ്. എന്നാൽ റസൂലുള്ള പറഞ്ഞ വാക്കെന്താണ്? ഖുർആനിന്റെ ആയത്ത് എന്താണ്? ഫബിളുൽ മിനല്ലദീന ഹാദൂ ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ വഹില്ലത്തു ലഹും. ജൂതന്മാരെ പ്രത്യേകിച്ച് സമാന സ്വഭാവക്കാരെ പൊതുവെയും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ആരാണോ സ്വന്തത്തോട് ദുൽമ കാണിക്കുന്നത്, ആരാണോ അപരനോട് ദുൽമ കാണിക്കുന്നത്, അവൻ അല്ലാഹു തആല ദുനിയാവിൽ അനുവദിച്ചു കൊടുത്ത പലതിനെയും അല്ലാഹു നിഷിദ്ധമാക്കുന്നതാ. ഒരു ഉദാഹരണം ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാ. സഹോദരങ്ങളെ, അല്ലാഹു നമുക്കിനി ഒന്ന് ഹറാമാക്കാനില്ല. ഇസ്ലാമിന്റെ ദീനിന്റെ സമ്പൂർണ്ണത പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാ. പക്ഷെ എങ്ങനെയാണ് അല്ലാഹു തന്ന ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നതെന്നറിയോ? കഴിക്കാൻ ഭക്ഷണം തന്നില്ലേ മാമോടുകാരാ, കുടിക്കാൻ വെള്ളം തന്നില്ലേ ചുഴുവഞ്ചിറക്കാരാ. ഇത് അല്ലാഹു അങ്ങ് തടയുമെന്നാണ്. അല്ലാഹു ഇതങ്ങ് തടയുമെന്നാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്തെടുത്ത് കളയുമെന്നാണ്. ആരാണോ അക്രമം കാണിക്കുന്നത്, എവിടെയാണോ ദുൽമ നടക്കുന്നത്, അവിടെ നിന്ന് അല്ലാഹു ആദ്യം ചെയ്യുന്നത് ഹറംനാ അലൈഹി ത്വയ്യിബാ. അല്ലാഹു അനുവദിച്ചതിനെ അല്ലാഹു തആല എടുത്തങ്ങ് മാറ്റുമെന്നാണ്. നിങ്ങൾക്കറിയുമോ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് വഫാത്തു റസൂലില്ലാഹ്. എന്റെ പുണ്യപൂമാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതാ. എന്റെ നായകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന്. രണ്ടാമത്തേതോ ഖത്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞതാ. ഉസ്മാൻ തങ്ങളുടെ കൊലയാണ് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഷ്ടം. മൂന്നാമത്തെ നഷ്ടം ഏതെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, എന്റെ മൂന്നാമത്തെ നഷ്ടം എന്റെ ഒരു സഞ്ചി നഷ്ടപ്പെട്ടതാണ്. എന്റെ ഒരു സഞ്ചി കളഞ്ഞുപോയി. ആ സഞ്ചി നഷ്ടപ്പെട്ടതാണ് എന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ നഷ്ടം. ചുഴുവഞ്ചിറക്കാരായ നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? അതില് നബിതങ്ങളുടെ വഫാത്തുമായി കണക്ട് ചെയ്യപ്പെടുന്ന, ഉസ്മാൻ തങ്ങളുടെ ഷഹാദത്തുമായിട്ട് രക്തസാക്ഷിത്വവുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഒരു സഞ്ചി കളഞ്ഞു എന്ന് പറയുമ്പോ ആ സഞ്ചിക്ക് എന്തോ മൂല്യമുണ്ടെന്നല്ലേ മനസ്സിലാവുക? ആ സഞ്ചിക്ക് എന്തോ വലിയ ഒരു പ്രത്യേകത ഉണ്ടെന്നല്ലേ? ആ സഞ്ചിക്ക് പ്രത്യേകത ഉണ്ട്. ആളുകൾ ചോദിച്ചു അബൂ ഹുറൈറ തങ്ങളോട്, എന്താ സഞ്ചിയിലുള്ള പ്രത്യേകത? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരു ദിവസം ഞാനും എന്റെ പ്രവാചകനും കൂടി നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂ ഹുറൈറ കഴിക്കാൻ എന്തുണ്ട് സഞ്ചിയിൽ? ഞാൻ പറഞ്ഞു, നബിയെ, ഇത് അഹ്ലുൽ ഈമാനിന് വേണ്ടി മാത്രം പറയാട്ടോ. സഹോദരങ്ങളെ, ഇത് നിങ്ങളാകുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രം പറയാ. നിരീശ്വരവാദികൾക്കും എക്സ് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിവരദോഷികൾക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. ഞങ്ങളുടെ മതത്തിന്റെ ആദർശത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വലിയ കണ്ണീരൊലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ മതം ഞങ്ങളോട് പറയുന്ന കാര്യം കൃത്യമായി അതനുസരിച്ച് ജീവിക്കാനും അത് ചർച്ച ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ
ബഹുമാനപ്പെട്ട ഭരണഘടന തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങൾക്ക് നേരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വലിയ സങ്കടമാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ. പരിശുദ്ധമായ ദീനിന്റെ ചില കാര്യങ്ങൾ ഹൂറിമാരെ പറ്റി കേൾക്കുമ്പോ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. സ്വർഗത്തിന്റെ തോട്ടത്തെ പറ്റി പറയുമ്പോ ഇവിടുത്തെ എക്സ് മുസ്ലിമിനും വിവരം കെട്ട തമ്മീസുമില്ലാത്ത നിരീശ്വരവാദികൾക്ക് നോവേണ്ട കാര്യമൊന്നുമില്ല. ഇത് അഹ്ലുൽ ഈമാനോട് ഞങ്ങൾ മൈക്കേട്ടി പ്രസംഗിക്കുന്ന കാര്യമാണ്. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ റസൂൽ തങ്ങളുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും വിശപ്പുണ്ടോ, എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു, നബിയെ കുറച്ച് ഈത്തപ്പഴമുണ്ട്. അള്ളാന്റെ റസൂൽ ആ സഞ്ചിക്കകത്ത് കൈയിട്ടു. എന്നിട്ട് അള്ളാന്റെ റസൂൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ആ സമയത്ത് എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, വേണ്ടി വരുമ്പോഴൊക്കെ അതിനകത്ത് കൈയിട്ട് ഈത്തപ്പഴം എടുത്ത് കഴിച്ചോ. ഞാൻ കഴിച്ചു. ഞാൻ ഒത്തിരി നാൾ കഴിച്ചു. എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ആ സഞ്ചിയിലേക്ക് കൈയിടും. എന്നിട്ട് ഞാൻ ഈത്തപ്പഴം എടുത്ത് കഴിക്കും. അവസാനം എന്റെ സഞ്ചി നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാണെന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന പ്രവാചകന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിരുന്ന, വിശുദ്ധ ഖുർആൻ എഴുതി പിടിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ മുസ്ഹഫിന്റെ കോലത്തിൽ കൊണ്ടുവന്ന, മദീനത്തുൻ നബവിയോട് ചേർന്നുള്ള ഏതാനും ചില ഏക്കർ വസ്തുക്കൾ മദീനത്തുൻ നബവി മസ്ജിദുൻ നബവിക്ക് തികയാതെ വന്നപ്പോൾ 35,000 ദീനാറിന് പള്ളിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത, കുടിക്കാൻ ശുദ്ധവെള്ളമില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുമ്പോൾ ജൂതന് 25,000 ദീനാറ് കൊടുത്തിട്ട് കിണർ വാങ്ങി മസ്ജിദുൻ നബവിയോട് ചേർത്തി കൊടുത്ത, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ടെന്ന് വിശേഷിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന വൃദ്ധനായ ആ ഖലീഫയെ വീട്ടിൽ തടങ്കലിലാക്കിയിട്ട് വീട്ടിലേക്ക് എരച്ചു കയറിയിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിക്കളഞ്ഞ് അവസാനം ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ, നോമ്പുകാരനായി ലോകത്ത് നിന്ന് ഷഹാദത്ത് വരിച്ചുപോയ ഉസ്മാൻ തങ്ങളുടെ ക്രൂരമായ കൊലപാതകം നടക്കുമ്പോൾ എന്റെ സഞ്ചി നഷ്ടപ്പെട്ടു. ളുൽമ നടന്നപ്പോ എന്റെ സഞ്ചി നഷ്ടപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം. ളുൽമ നടന്നാൽ, അക്രമം നടന്നാൽ അള്ളാഹു തന്ന പല ബറക്കത്തുകളെയും അള്ളാഹു ഹറംന എന്ന് പറഞ്ഞ തടഞ്ഞു വെക്കും. അള്ളാഹു തടഞ്ഞു വെക്കും. കൊലപാതകങ്ങൾ കൂടിയത് കൊണ്ടാണ് പഴവർഗ്ഗങ്ങളിൽ രുചി ഭേദം വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ആപ്പിളിന് ഇപ്പോഴും ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? എന്താ കാര്യം? അക്രമം കൂടി. നിങ്ങൾക്ക് സംശയമുണ്ടോ? കിതാബുകളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതൊന്നും പറയാനുള്ള സമയമില്ല. ബറക്കത്ത് നഷ്ടപ്പെട്ട്, പഴവർഗ്ഗങ്ങളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ട്, നമ്മൾ പറയും എൻഡോ സൽഫാൻ അടിച്ചു കയറ്റുന്നത് കൊണ്ടാന്ന, നമ്മൾ പറയുന്ന അങ്ങനെയൊക്കെ പല കാരണങ്ങളാ. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, ളുൽമ് എവിടെ നടക്കുമോ അല്ലാഹു തആല നമുക്ക് തന്ന പലതിനെയും തടഞ്ഞു വെക്കും, ബ്ലോക്കാക്കും. ഒരു സംശയമില്ല. ഇപ്പോ കല്യാണം നടക്കുക. കല്യാണം പ്രസിഡന്റ് ഒരു കൗൺസിലറും കൂടിയാണ്. കൗൺസിലർ പഞ്ചായത്ത് മെമ്പറാ. ഇവിടെ പഞ്ചായത്താണ് അല്ലേ? ഇമാം ഇരിപ്പുണ്ട്, പ്രസിഡന്റ് ഇരിപ്പുണ്ട്. ഞാൻ തുറന്നു പറയാം, ഞാനും ഒരു പള്ളിയിലെ ഇമാമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമയ്ക്ക് ഇത് ലൈവ് കാണുന്നവർക്കറിയാലോ, ഞാൻ ഇല്ലാത്ത കാര്യം പറയുന്നതല്ല. എന്റെ മഹല്ലത്തില് ജുമാ ദിവസത്തില് ഞാനത് എന്റെ പള്ളിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. സമുദായത്തിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. ഏതെങ്കിലും പേക്കൂത്തുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളുടെ വിവാഹം എടുക്ക്, ഏതെങ്കിലും പേക്കൂത്തുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളുടെ കല്യാണം എടുക്ക്, ഏതെങ്കിലും പേക്കൂട്ടില്ലാത്ത കല്യാണം ഉണ്ടോ? ഇല്ല. കണ്ണൂര് എയർപോർട്ട് റോഡ് തടഞ്ഞിട്ട് ഒട്ടകപ്പുറത്ത് പുതിയ ആപ്പിളയെ കൊണ്ടുവന്നു. ഒട്ടകപ്പുറത്തല്ല, നിങ്ങൾ എന്തിന്റെ പുറത്തോ, നീലത്തിമിംഗലത്തിന്റെ പുറത്തോ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കയറ്റിക്കും, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ സമുദായത്തിന്റെ പരിവേഷം കെട്ടിയിട്ട് ഈ സമുദായത്തെ പറയിപ്പിക്കരുത്. സമുദായത്തെ പറയിപ്പിക്കാൻ പാടില്ല. JCB കൊണ്ടുവരുന്നു, ടിപ്പറിൽ കൊണ്ടുവരുന്നു, കറിച്ചട്ടിയിൽ ആഹാരം കൊടുക്കുന്നു, ചെണ്ടമേളത്തോടെ കൊണ്ടുവരുന്നു, അനാവശ്യമായ പല കാര്യങ്ങളുമായിട്ട് കല്യാണത്തെ കൂട്ടിക്കുഴയ്ക്കുന്നു. ഞാൻ കുറ്റം പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെയോ സംഘടനകളെയോ പെണ്ണിന്റെ വാപ്പായോ ചെക്കനെയോ ചെക്കന്റെ കൂട്ടുകാരനെയോ അമ്മാവന്മാരെയോ ഒന്നുമല്ല ഞാൻ കുറ്റം പറയുന്നത്. ഞാൻ 1000 വട്ടം പറയുന്നു, ഇതിന്റെ ഒക്കെ യഥാർത്ഥ കുറ്റക്കാർ പള്ളിയിലെ ഖതീബും കമ്മിറ്റിക്കാരും. ഒരു സംശയ കാര്യത്തിലില്ല.
ഞാൻ പള്ളിയിലെ ഇമാമ. ഞാൻ പറയാൻ, ചുഴുവഞ്ചിറ പള്ളിയിലെ മഹല്ലത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്റെ നാട്ടില് പനവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കല്യാണം കഴിക്കാൻ വന്നാൽ ചുഴുവഞ്ചിറ കമ്മിറ്റി കത്തുകൊടുക്കും. ഇവിടത്തെ ചെക്കനാണ്, മഹൽ അംഗമാണ്, നല്ല പയ്യനാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് ബ്രോക്കർ വഴിയോ അല്ലാതെയോ എന്റെ മഹല്ലത്തിൽ എത്തിക്കുമ്പോഴാണ് അവരവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കൈമാറുന്നത്. അങ്ങനെ രണ്ട് മഹല്ലുകളുടെ സുതാര്യമായ ആ ഒരു കൈമാറ്റത്തിന് ശേഷമാണ് നല്ല നിലയിൽ നിക്കാഹ് നടക്കുക. ചുഴുവഞ്ചിറയിലെയും എന്റെ നാട്ടിലെയും എന്റെ മഹല്ലത്തിലെയും ഓരോ മഹല്ലത്തിലെയും കമ്മിറ്റി ഭാരവാഹികൾ പറയണം, ഇസ്ലാമിനെതിരെയുള്ള പേക്കൂട്ടുകൾ നടക്കുമെങ്കിൽ മോനെ ഞാൻ സർട്ടിഫിക്കറ്റ് തരില്ല. ഇത് അള്ളാന്റെ പള്ളിയാണ്, ഇത് പടച്ചവന്റെ പള്ളിയാണ്. ഈ പള്ളിയിൽ നിന്ന് ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിന്റെ നിക്കാഹിനോ നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ നടക്കുമെങ്കിൽ പെർമിഷൻ തരില്ല എന്ന് പറയേണ്ട ബാധ്യത കമ്മിറ്റിക്കാർക്കുണ്ട്. ഇമാമ് പറയണം, എന്നെ അൽഫാത്തിയ വിളിക്കാൻ കിട്ടൂല, എന്ന് പറയാൻ ഞാൻ വരണമെങ്കിൽ അവിടെ ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല എന്ന് നെഞ്ചുറപ്പോടെ ചങ്കൂട്ടത്തോടെ പള്ളിയിലെ ഖതീബുമാര് പറയണം. അല്ലാത്ത സ്ഥലത്തിൽ ഞാൻ ദുആരക്കാൻ വരൂല എന്ന് പറയണം. കമ്മിറ്റിക്ക് പറയാം, നിങ്ങൾ എന്തെങ്കിലും ഇനി നിങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ പണിഷ്മെന്റ് പെനാൽറ്റി അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ ഈ പണി അവസാനിപ്പിക്കും. കാരണം എന്താ, വാപ്പ മരിച്ചാ പിന്നെ വീടിന്റെ തട്ടും പുറത്തിട്ട് ഉണക്കാനേ പറ്റുള്ളൂ. കമ്മിറ്റിക്കാർ പള്ളിയിൽ അടക്കാൻ സമ്മതിക്കൂല ഈ 1 ലക്ഷം അടയ്ക്കാതെ. ഈ 2 ലക്ഷം രൂപ കൊടുക്കാതെ പള്ളിയിൽ വാപ്പാരെ മയ്യത്തുകൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെ വരുമ്പോ 2 3 പേർക്ക് അടിച്ചുകൊട് 4ാമത്തെ കല്യാണം മുതൽ ദീനിയായ കല്യാണം നടക്കും, ഒരു സംശയവും ഇല്ല. അല്ലാതെ ഇങ്ങനെ നടക്കുന്ന കല്യാണത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വികൃതി കൂടുതൽ ഉസ്താദെ നൂലോതി തരി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമിന്റെ അടുത്ത് വന്ന ചങ്ങല ഓതി കെട്ടിയ മാറൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വട ഓതി കെട്ടിയ മാറൂ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ 916 സുന്നി തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, ഒരിക്കലും വാപ്പയുടെ ഉമ്മയുടെയും കല്യാണം ഈ കോമാളിത്തരത്തിൽ ഉണ്ടാകുന്ന കല്യാണത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നന്നാവുന്ന ഒരു രീതിയിലും നമ്മൾ ഒരു മഷിയിട്ട് ഒരു മന്ത്രവാദിയെ കൊണ്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നന്നാവൂല. അതുകൊണ്ട് ജമാഅത്ത് പരിപാലന സമിതിക്കും മഹല്ല് ഖതീബ്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് 2 കൂട്ടർ നന്നായാൽ സമൂഹം നന്നാവും. അൽ ഉലമാഉ വൽ ഉമറാഉ, ഖതീബും കമ്മിറ്റിക്കാരുമാണ്. ആ 2 പേര് ദുഷിച്ചാൽ ആ നാട് ദുഷിച്ചു. അള്ളാഹു നമ്മളെ ഇസ്സത്തുള്ളവരാക്കട്ടെ. ഏതോ ഒരു പള്ളിയിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പള്ളിയൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ പള്ളിയില് കല്യാണത്തിന് ശേഷം ഇങ്ങനെ ചെണ്ടമേളത്തോടു കൂടി ചെക്കനെ കൊണ്ടുപോയി 25,000 രൂപ അടിച്ചു കൊടുത്തു. 25,000 രൂപ അടിച്ചു കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ഡിസ്പോസബിൾ പ്ലേറ്റിലാണ് ചോറ് കൊടുക്കുന്നത്. കാരണം സ്റ്റീൽ പ്ലേറ്റിലെങ്ങാനും ചോറ് കൊടുത്ത അങ്ങാനും തമ്മിൽ കയറി മുട്ടിയിട്ട് ഇതിന് വേറെ മുട്ടാണെന്ന് പറഞ്ഞിട്ട് പള്ളിക്കാർ 5,000 അടിച്ചു കൊടുത്താലോ എന്ന് പേടിച്ചിട്ട് ഡിസ്പോസബിൾ പ്ലേറ്റിലാണ് ചോറ് കൊടുക്കുന്നത്. ആ ഒരു പേടി ഉണ്ടാവണം. വിറയ്ക്കണം മഹല്ലത്തെന്ന് പറഞ്ഞാൽ. ഇന്ന് നേരെ ചെറുപ്പക്കാരനെ വിറയ്ക്കുന്നത് ആർക്കാ? പണ്ടുള്ള ആളുകൾ പറയും, എന്ത് പ്രശ്നം വന്നാലും ചുഴുവഞ്ചിറയിലും മാമൂട്ടും കേരളപുരത്തിലും കുണ്ടറയിലും എളമ്പള്ളൂരും മുക്കടയിലും അതുപോലെ ചന്ദനത്തോപ്പിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഓരോ മുക്കിലും മൂലകളിലും പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കപ്പെടേണ്ട സ്ഥലം പള്ളികളാണ്. കാരണം പള്ളി സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. നിസ്കരിക്കാനും ഹദ്ദാദോദാനും കുത്തുബിയത്ത് നടത്താനും മാത്രമുള്ളതല്ല പള്ളി. പള്ളി ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ നാട്ടിലെ ഒരു ഹിന്ദു അശോകൻ എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം. ഞാൻ കയറി വന്നപ്പോ കയറി വരട്ടെ എന്ന് ചോദിച്ച് കയറി വന്നു. ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാൻ നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന ആളാണ്. എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു എടുത്തോളൂ. അപ്പോഴും ഞാൻ അറിയുന്നില്ല അശോകനാൻ. അദ്ദേഹം എന്തോ പേര് പറഞ്ഞു. ഞാൻ അഷ്റഫ് എന്നാ കരുതി. ഞാൻ പറഞ്ഞു അഷ്റഫാണോ എന്ന് ചോദിച്ചപ്പോ എന്നെ പറഞ്ഞു അല്ല, അശോകനാണ് ഞാൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയെന്നാണ് എന്റെ വിശ്വാസം. ആ ഒരു സ്നേഹവും ആ ഒരു കരുതലുമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവുന്നത്, അല്ലേ? വരുന്നുണ്ട്. എന്റെ വിഷയത്തിന്റെ ഗൗരവമായ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടത് അശോകന്മാരെയാണ്, അല്ലാതെ അബ്ദുള്ള കുട്ടിമാരെ അല്ല. നമുക്ക് വേണ്ടത് അശോകന്മാരെയാണ്. നമുക്ക് വേണ്ടത് അശോകന്മാരെയാണ്. നമുക്ക് വേണ്ടത് അബ്ദുള്ള കുട്ടിമാരെയും ആരിഫ് ഖാൻമാരെയും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പ്യുവർ അശോകന്മാരെയാണ് നമുക്ക് വേണ്ടത്. എങ്കിലേ ഇവിടെ സമാധാനത്തിന്റെ ഭാവി ഇന്ത്യ ഉണ്ടാകാൻ നമുക്ക് കഴിയുള്ളൂ. അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹല്ലുകൾ വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല. പേടിക്കണം മഹല്ലെന്ന് പറഞ്ഞാൽ. പണ്ടുള്ള ആളുകൾ പറയും, എന്തെങ്കിലും പറഞ്ഞ പോയി പള്ളി പറയണം.
പോയി പള്ളി പറയണം എന്ന് പറഞ്ഞാൽ എന്താ? പരിഹരിക്കപ്പെടുന്ന സ്ഥലം പള്ളിയാണ് എന്നറിയാമായി. ഇന്ന് പള്ളി അടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ചായക്കടയിലാണ്. പള്ളിയിലെ പ്രശ്നം പരിഹരിക്കുന്നത് ചായക്കടയിൽ വെച്ചിട്ടാണ്. അത് മാറണം. ചായക്കടയിലെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി തിരഞ്ഞെടുക്കണം. അള്ളാഹു ആ പള്ളിയോടുള്ള ഹുർമത്ത് പാലിക്കാൻ നമുക്ക് നൽകി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ള തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും തടയും ലുൽമുണ്ടെങ്കിൽ. ഇനി ഒരുപാട് വിഷയം അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, സമയമില്ല. ലുൽമ് നമ്മളെ വീട്ടിലുണ്ടോ? വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം തരും. തന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ള തടഞ്ഞു വെക്കും, അതിലൊരു സംശയവും ഇല്ല. എന്നിട്ട് ആഖിറത്തിലോ വിശുദ്ധ ഖുർആന സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുകയാണ്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു പറയുകയാണ്, അല്ലദീന ആമനൂ, ഈമാനുള്ളവരുണ്ടല്ലോ, വലം യൽബിസൂ ഈമാനഹു, അവരുടെ ഈമാനിനോടൊപ്പം അവരെ കണക്ട് ചെയ്തില്ല. എന്തിനെ? ബിളുൽമിൻ, അക്രമത്തെ. ഈമാനാണ്, മുഅ്മിനാണ്, പക്ഷേ ളുൽമ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് അല്ലാഹു ആഖിറത്തിൽ കൊടുക്കുന്നത് എന്തെന്നറിയോ? ഉലൈക ലഹുമുൽ അംനു. ആഖിറത്തിൽ അഥവാ ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറാവൻ സഭ, ആരോരുമില്ലാത്ത പടച്ചവന്റെ ചെമ്പുത്തറ, വാദികളും പ്രതികളുമുള്ള സാക്ഷികളുമുള്ള ആ കോടതി, വക്കീലുമാരില്ലാത്ത കോടതിയാണ്, അപ്പീല് പോകാത്ത കോടതിയാണ്. ആ കോടതിയിൽ യജമാനനായ നീതിമാനായ പടച്ചതമ്പുരാൻ വരികയാണ്. ആ സമയത്തതാ പ്രിയപ്പെട്ടവര്, ആ കോടതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അഭയം തരികയാ. ഉലൈക ലഹുമുൽ അംനു, അവന് നിർഭയത്വം അല്ല കൊടുക്കുന്നതാ. മുഅ്മിനായാലും മാത്രം പോരാ, വിശ്വാസിയായാലും മാത്രം പോരാ, ആരാന്റെ പച്ചയിറച്ചി തിന്നാത്തവനാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കൊതുകിനെ പോലെ ആകരുത്. കൊതുകെന്ന് പറഞ്ഞാൽ ഇപ്പോ ഖത്തീബിന്റെ രക്തം ഊറ്റി കുടിക്കും, എന്നിട്ട് നേരെ കറങ്ങി കമ്മിറ്റി ഓഫീസിൽ പോയി പ്രസിഡന്റ് രക്തവും കുടിക്കും. കറങ്ങി നടന്ന് പ്രസംഗിക്കാൻ വന്ന എന്റെ രക്തം ഊറ്റി കുടിക്കും. എല്ലാത്തിന്റെ രക്തം ഊറ്റി കുടിക്കുന്ന കൊതുകായി നമ്മൾ മാറരുത്. ഇന്നലെ കാസർഗോഡ് ബേക്കൽ മാണിക്കോത്ത് എന്റെ പ്രസംഗത്തിന്റെ വിഷയം തേനീച്ചയും വിശ്വാസിയും എന്നുള്ളതായിരുന്നു. ഈച്ച പോലെയും ആകരുത്. ഈച്ച എന്ന് പറഞ്ഞാൽ ദുർഗന്ധങ്ങളാണ് ഇഷ്ടം, വിസർജ്യങ്ങളാണ് അതിന് പ്രിയം. നാറ്റം പിടിച്ചെടുത്ത ഈച്ച ഇരിക്കൂ. പക്ഷെ തേനീച്ച അങ്ങനെയല്ല. സൗരഭ്യങ്ങളിൽ മാത്രം സന്തോഷകരമായ അനുഭൂതിയുള്ള ഏറ്റവും നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന തേനീച്ച എന്ന് പറയുന്ന മണിക്കൂറിൽ 29 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിവുള്ള, ദിവസവും 4 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന, 1 ഗ്രാം തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 100 പുഷ്പങ്ങളെ സമീപിക്കേണ്ടി വരുന്ന, 100 ഗ്രാം തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2500 യാത്ര ചെയ്യേണ്ടി വരുന്ന, എല്ലാ ഈച്ചയും നരകത്തിലാണ്, തേനീച്ച മാത്രം സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ തേനീച്ച ഖുർആനിൽ ഇടം പിടിച്ച സൂറത്തുൻ നഹ്ൽ 68-69 2 സൂക്തങ്ങളിലൂടെ ഒരു വലിയ സന്ദേശം ശാസ്ത്രലോകത്തിന് പാകിക്കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ പരാമർശ വിഷയമായ തേനീച്ച. അതുപോലെ ആകണം നമ്മൾ. തേനീച്ച അക്കലത്ത് ത്വയ്യിബ, നല്ലത് തിന്നും, വളഅത്ത് ത്വയ്യിബ, നല്ലടുത്ത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കും. ഇദാ വഖഅത്ത് ലം തുക്സിദ് വലം തുഫ്സിദ്, ഒരാളെ ആക്രമിക്കൂല, ഒരു ഫസാദ് ഉണ്ടാക്കൂല. നമ്മൾ അങ്ങനെ ആകണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരോടും അക്രമം കാണിക്കേണ്ട എന്ന നാളെ പരലോകത്ത് അല്ലാഹു നമുക്ക് അമ്ന്, നിർഭയത്വം തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഇനി ഞാൻ എന്റെ വിഷയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മൾ അക്രമികളായാൽ എപ്പോഴാ നമ്മൾ അക്രമികളാകുന്നത്? 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ അക്രമിയാകുന്നത്. ഖുർആനാണ്. ഞാൻ ആമുഖമായി ബറക്കത്തിന് ഓതി വെച്ച ആ ആയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ അക്രമിയാകുന്നത്. ഏതാ 3 കാരണം എന്നറിയോ? 1, സമ്പത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു നയാ പൈസയുടെ ബോധം ഉണ്ടാവൂല, പക്ഷെ പൈസക്കാരനാണ്, ഭയങ്കര പണക്കാരനാണ്. ആളവന്റെ കൂടെ നിൽക്കും, അവൻ അക്രമിയായിരിക്കും, മതില് കെട്ടി അടയ്ക്കും. കാസർഗോഡ് ജില്ലയില് ഞാൻ അറിയാതെ അങ്ങ് ജില്ല പറഞ്ഞു പോയതാ, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, ലൈവാ. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരു പരിപാടിക്ക് പോകുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തി. എന്നെ കൊണ്ടുപോയ സഹോദരൻ എന്നോട് പറഞ്ഞു, ആ മതില് കണ്ടോന്ന് ചോദിച്ചു. ഒരു വീടിന്റെ മതിലാണ്. ഇത് കേട്ടിട്ടെങ്കിലും അദ്ദേഹം അത് പൊളിച്ചു കളയട്ടെ. അപ്പോ ടൗണിൽ നിന്നാൽ
ഒരു വീട് കാണാം. പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ നേരെ അദ്ദേഹത്തിന്റെ സ്വന്തം കൊച്ചാപ്പാട മോനാ, സ്വന്തം മൂത്താപ്പാട മോനാ. ഈ മൂത്താപ്പാട മോന്റെ വീട് പള്ളിയിൽ നിന്നാൽ കൃത്യമായിട്ട് ആ വീട് കാണാം. പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്നവരൊക്കെ ആ വീട് കാണാം. നല്ല മനോഹരമായൊരു വീടാണ്. കൊച്ചാപ്പാട മോന് സഹിക്കുന്നില്ല. കൊച്ചാപ്പാട മോൻ എന്ത് ചെയ്തെന്നറിയോ? 2 നില ഫ്ലാറ്റ് കെട്ടി. എവിടെ? മൂത്താപ്പാട മോന്റെ വീട്ടിന്റെയും പള്ളിയുടെയും ഇടയിൽ അയാളുടെ വസ്തുവില് ഒരു 2 നില ഫ്ലാറ്റ് കെട്ടി. ഫ്ലാറ്റ് കെട്ടിയപ്പോഴും വീടിന്റെ ആ മുകളിലത്തെ നില പള്ളിയുടെ മുറ്റത്ത് നിന്ന് കാണാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ മുകളിൽ പാരപ്പറ്റ് കെട്ടുന്നല്ലേ പറയുന്നത്, പ്രസിഡന്റ് പാരപ്പറ്റ് എന്നല്ലേ പറയണ, ചുറ്റും അതിന്റെ പാരപ്പറ്റ് കെട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ ഉയർച്ച ഒരാൾ പൊക്കത്തിന് കെട്ടി. അങ്ങനെയൊന്നും സാധാരണ കെട്ടാറില്ല, 4-5 താബൂക്ക് വെച്ചിട്ടാ കെട്ടുക. പക്ഷെ ഇത് നേരെ പൊക്കി അങ്ങ് കെട്ടി. പൊക്കി കെട്ടിയപ്പോഴും ഒരു സൈഡിൽ നിന്ന് ആ വീടിന്റെ ഒരു ഭാഗം കാണാം. നമ്മൾ ആ സ്ഥലത്ത് നിന്ന് കാണിച്ചിട്ട് പറയാ, ഈ പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നതിന്റെ മോഡൽ നോക്കിയേ, ഇങ്ങനെയാ കെട്ടിയിരിക്കുന്നത്. കാരണം ആ കാണുന്ന ഒരല്പം കാണുന്ന ഭാഗത്ത് വീണ്ടും അല്പം കൂടെ ഒന്ന് പൊക്കി കെട്ടി. ആ നിലയില് ഈ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്നവർ തന്റെ മൂത്താപ്പാട മോന്റെ വീട് കാണരുത് എന്ന ആഗ്രഹമുള്ള ഒരു കൊച്ചാപ്പാട മോന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ അക്രമമൊക്കെ നടത്തുന്നാരാ? എന്ന് പറഞ്ഞ അസ്ഥാനത്ത് കൊണ്ടൊരു സാധനം വെക്കുന്നതിനാണ് ലുൽമെന്ന് പറയുന്നത്. 256 സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞ ലുൽമ്, അതിൽ ഒരു ലുൽമ് പ്രിയപ്പെട്ടവരെ ഇതുണ്ടാകാൻ കാരണം പണമാണ്. പണം ഇല്ലാത്തവന് എന്ത് പൊക്കി കിട്ടാനാ? ഒന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആരെയും എന്ത് ചെയ്യാം, ആക്രമിക്കാം, ഒരു കുഴപ്പമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ എന്തെന്നറിയാമോ? കയ്യൂക്കുണ്ടെങ്കിൽ, പൈസ ഒന്നുമില്ല, യവനെ എല്ലാവർക്കും പേടിയാ. കാരണം യവൻ വാ തുറന്നാൽ ചീത്ത വിളിക്കും. യവന്റെ ഉപദ്രവത്തിൽ എല്ലാരും പേടിയാണ്. അങ്ങനെയുള്ള കയ്യൂക്കുള്ളവന്റെ മുമ്പിൽ എല്ലാരും ഒന്ന് പതറും. ഇനി കയ്യൂക്കും ഇല്ല, സമ്പത്തും ഇല്ല, പിന്നെ യവന്റെ കയ്യിൽ മറ്റൊരു വടിയുണ്ട്, അതിന്റെ പേരാണ് അധികാരം. അപ്പൊ അധികാരം കൊണ്ടും കയ്യൂക്കുകൊണ്ടും ആൽബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരു മനുഷ്യൻ അക്രമിയാകുമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഈ 3 കാറ്റഗറിയിലുള്ള 3 കൂട്ടരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സമ്പത്ത് കൊണ്ട് മേന്മ നടിച്ച ഒരു വിഭാഗത്തെ പരിചയപ്പെടാം. അല്ലാഹ് ചോദിക്കുകയാ, അലം തറാ നബിയെ, അങ്ങയുടെ അഭിപ്രായം എന്താ? അലം തറാ നബിയെ, അങ്ങ് കാണുന്നില്ലേ? ഓ ചുഴുവൻ ചെറുക്കാരാ, നിങ്ങൾ കാണുന്നില്ലേ? കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമൂഹത്തോട് പടച്ചവന്റെ ഇടപെടൽ എന്തായിരുന്നെന്ന്, ആദ് സമൂഹത്തിനോട് റബ്ബ് ചെയ്ത സമീപനം എന്തെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇറമദാത്തിൽ ഇമാദ്, തൂണുകളുടെ ഉടമസ്ഥനായിരുന്നു അവര്. വലിയ വലിയ സ്തൂപങ്ങളുടെ ഉടമകളായിരുന്ന ഇറം ഗോത്രക്കാരായ ആദ് സമൂഹത്തിനെ അല്ലാഹു ചെയ്തതെന്താ നിങ്ങൾക്കറിയോ? അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഇങ്ങനെ ഒരു സൃഷ്ടിയെ അല്ലാഹു ഭൂമി ലോകത്ത് പടച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു വിഭാഗത്തെ സമ്പന്നന്മാരായ ഇവരെ പോലുള്ളവരെ അല്ലാഹു നാളിതുവരെ പടച്ചിട്ടില്ല. ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമകളായിരുന്നല്ലോ കോടാനകോടിയുടെ പ്രതിമ വയ്ക്കുന്നവരെ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ റെയിൽവേ പുറമ്പോക്കുകളിൽ സാരി വലിച്ചു കെട്ടിയിട്ട് ജീവിക്കുന്ന, ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന, സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന, കുപ്പത്തൊട്ടിയിൽ ചെന്നിട്ട് പറ്റുവാരിയിട്ട് തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ആളുകളുടെ മുമ്പിൽ വന്നിട്ട് യാചിച്ച് ജീവിക്കുന്ന ഭിക്ഷാടനക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ രാജ്യത്ത് താമസിക്കുമ്പോൾ ഏതോ ഒരു മച്ചമ്പി വന്നപ്പോ അവരെ കാണാതിരിക്കാനും മതില് കെട്ടി അടച്ചിട്ട് ഇവിടെ ഉള്ളവരെല്ലാ കുബേരന്മാരാണെന്ന് കാണിച്ചു കൊടുത്ത രാജ്യത്തിന്റെ ഭരണാധികാരികൾ കോടാനകോടി രൂപയുടെ പ്രതിമ പ്രാവിന് കാഷ്ടിക്കാൻ, കടൽക്കാക്കയ്ക്ക് കാഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടുകടലിൽ നിർമ്മിക്കുമ്പോ അല്ലാഹു പറയുന്ന ഉന്നത സ്തൂപങ്ങൾ നിർമ്മിച്ച ഇറം ഗോത്രക്കാർ ആദ് സമൂഹത്തെ അല്ലാഹു എങ്ങനെയാണ് പണിഷ്മെന്റ് കൊടുത്തതെന്നറിയോ? ഇതെന്റെ വാക്കല്ല, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന വിശുദ്ധ ഖുർആൻ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി, ഹിറാഗുഹ്റത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ഓതിക്കൊടുത്ത
ഓതിക്കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ സൂറത്തുൽ ഫജ്റിൽ അല്ല ചോദിക്കുകയാ, ഇറം ഗോത്രക്കാരായ ആദ് സമൂഹത്തെ അല്ല എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നറിയോ? അള്ളാഹു കൈകാര്യം ചെയ്തത് അവസാനം പറയുന്നുണ്ട്. ഇവര് സമ്പന്നന്മാരായിരുന്നത് കൊണ്ടാണ് സ്തൂപങ്ങൾ നിർമ്മിച്ചത്. അവര് സമ്പന്നന്മാരായിരുന്നു. ഇനി രണ്ടാമത് കയ്യൂക്കുള്ള നല്ല ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു അടുത്ത ആയത്തിൽ പറയുകയാ, വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്, താഴ്വരകളിൽ പാറകൾ തുരന്നിട്ട് വീട് നിർമ്മിച്ച കായിക ശേഷിയുള്ളവര്, നല്ല ആരോഗ്യമുള്ളവര്. സഹോദരങ്ങളെ, മുഫസ്സിരീങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പാറകൾ തിരക്കുന്നത് എങ്ങനെയെന്നറിയോ? ബുൾഡോസർ കൊണ്ടല്ല, JCB കൊണ്ടല്ല. ഈ ബുൾഡോസറും JCBയും അവർക്ക് ആവശ്യമില്ല. അവര് കൈകൊണ്ട് പാറകളെ ഇങ്ങനെ തുരറ്റുമായിരുന്നു. ഏതുപോലെ ഇന്ന് ചുഴുവൻചിറയിലെ പെണ്ണ് അരിപ്പൊടി എടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചിട്ട് മാവ് കുഴയ്ക്കൂലേ? ആ മാവ് കുഴയ്ക്കുന്ന സമയത്ത് അതിനെ കുഴച്ചിട്ട് മാവ് എങ്ങനെയാണോ നിനക്ക് മാറ്റി തിരുത്തി ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്, അതുപോലെ സമൂഹ ഗോത്രത്തിന് പാറകളിൽ കൈകൊണ്ട് കൗശലങ്ങൾ കാണിക്കാൻ കഴിയുമായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ, കായിക ശേഷിയുള്ള ജനതയെ അല്ലാഹു എങ്ങനെയാണ് നശിപ്പിച്ചതെന്നറിയോ? ഇത് ആരോഗ്യവും കായിക ശേഷിയും കയ്യൂക്കുമാണെങ്കിൽ ഇനി മൂന്നാമത് അക്രമത്തിന്റെ മറ്റൊരു മാനദണ്ഡമുണ്ട്. എന്താണെന്നറിയോ? അധികാരത്തിന്റെ അത്ഭുതവടി കയ്യിൽ കിട്ടുമ്പോൾ, ഇന്ദ്രപ്രസ്ഥത്തിനകത്ത് രാജകുബേരനായി വാണരുളുമ്പോൾ അവനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വഫിർഔന ദിൽ ഔതാദ്, ആണിയടിച്ചിട്ട് ജനങ്ങളെ ശിക്ഷിച്ചിരുന്ന, ആണി കൈകാലുകളിലും വയറ്റിലും അതുപോലെ ലിംഗത്തിലും ശരീരത്തിന്റെ ഭാഗങ്ങളിലും നഖങ്ങളിലും മുഖത്തും ആണിയടിച്ചിട്ട് ശിക്ഷ നടപ്പിലാക്കിയിരുന്ന ഫെറോവ, അവൻ അധികാരമുണ്ടായിരുന്നു. ആ അധികാരമുണ്ടായിരുന്ന ഫിർഔനെ അല്ല എങ്ങനെയാ പാഠം പഠിപ്പിച്ചതെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനു മുമ്പ് എവരുടെ പ്രശ്നം എന്താണെന്ന് കൂടി പറയുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാട്ടിലവര് അക്രമം ഉണ്ടാക്കി, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ എന്റെ ഈ ആയത്തിന്റെ കൂടെ വരണേ, നിങ്ങളുടെ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ അത്ഭുതമാണ്, മഹാ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുന്നു, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവരാണിവര്. ഫഅക്സറൂ ഫീൽ ഫസാദ്, ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് ഫസാദ് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരുന്നു, സ്പ്രെഡായി അതിങ്ങനെ പരന്നുകൊണ്ടേയിരുന്നു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹു അവർക്ക് കൊടുത്ത ശിക്ഷയെ പറ്റി പറഞ്ഞ് നിങ്ങൾ അറിയണം. ആദ് സമൂഹത്തെ ശിക്ഷിച്ച വേറെ രീതിയില, സമൂഹ ഗോത്രത്തെ ശിക്ഷിച്ചത് വേറെ രീതിയില, ഫിർഔനിന്റെ ജനതയെ നശിപ്പിച്ചത് വേറെ കോലത്തില. പക്ഷെ അല്ലാഹു എവര് ഫസാദ് ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അക്രമം ഉണ്ടാക്കി, നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കിയപ്പോൾ അല്ല എവരെ പിടികൂടിയതിന്റെ രംഗം പറഞ്ഞത് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ല ചുള്ളി കമ്പൊടിച്ച് രണ്ടെണ്ണം അങ്ങ് കൊടുത്തു. അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ നോക്കിയേ, അല്ലാഹു അവരെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? ഫിർഔനെ മുക്കിക്കൊന്നല്ല പറഞ്ഞേ. സമൂഹ ഗോത്രത്തെ സാലിഹ് നബി അയച്ചിട്ട് നന്നാക്കാൻ നോക്കി, നടന്നില്ല. ആദ് സമൂഹത്തെ ഹൂദ് നബി അയച്ചിട്ട് നന്നാക്കാൻ നോക്കി, നടന്നില്ല. ഫിർഔനെ മൂസാ നബിയെ വിട്ട് നന്നാക്കാൻ നോക്കി, നടന്നില്ല. ആ നിലയിൽ തൊഗവു പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വർത്തമാനകാല സാഹചര്യങ്ങളെ കൂട്ടി വായിക്കല്ലാക്കിൽ തക്ഫീഹിൽ ഇഷാറ, ബുദ്ധിമാന് സൂചന മതിയാകും. പേടിച്ചിട്ടല്ല, നാട്ടില് ഫിത്ന ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ്.